അപ്പോൾ ഒരു ഹാക്കർക്ക് നിങ്ങളുടെ കണ്ടന്റ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഗസ് ചെയ്യാൻ എളുപ്പം അക്കൗണ്ട് അടിച്ച് പോണ ഒരു സ്കാമിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂട്യൂബ് സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് മെയിൽ അയക്കുക. അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗസ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യരുത്, അതിന്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക, ഹൂർ ചെയ്യുക. അപ്പൊ നമുക്ക് കാണാം ഈ സൈറ്റ് എങ്ങോട്ടാണ് പോണേ. ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾ മുമ്പ് സൈബർ സെക്യൂരിറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇവർ രണ്ടുപേരും UK സൈബർ സെക്യൂരിറ്റി ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു, ഇപ്പോൾ പഠിച്ചിറങ്ങി. അപ്പോൾ ആ വീഡിയോയിലാണെങ്കിലും കുറച്ച് കമന്റുകൾ വന്നു, അതിന്റെ കമന്റ് സെക്ഷനും. പിന്നെ ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും സൈബർ സെക്യൂരിറ്റി ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സും സൈബർ സെക്യൂരിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളും. ഈവൻ ഞാനൊരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എന്നും ഒരേ മെയിലും കാര്യങ്ങളും എല്ലാം വരാറുണ്ട്. നമുക്കൊരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കറിയാം നമ്മുടെ ചാനൽ ഒറ്റയടിക്ക് ഹാക്കായിപ്പോൾ. നമ്മളൊരു 3 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടെടുത്ത ഒരു ചാനലായിരിക്കും ഒരു ജസ്റ്റ് ഒരു ഫേക്ക് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ തീർത്തു പോകണം. അപ്പോൾ അതിനെപ്പറ്റി ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു സ്കാം ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്, എൻ്റെ പേര് ധനു, ഞാൻ ഷെഫീൽഡ് ഹാലത്തിൽ നിന്ന് സൈബർ സെക്യൂരിറ്റി പഠിച്ചിറങ്ങി. എൻ്റെ പേര് ഷിക്ക, ഞാനും ഷെഫീൽഡ് ഹാലത്തിൽ നിന്ന് സൈബർ സെക്യൂരിറ്റി പഠിച്ചിറങ്ങി. ഞങ്ങൾ രണ്ടും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. എനിക്ക് മെയിലിലേക്കാണെങ്കിലും ഡെയിലി ഒരേ മെസ്സേജ് വരാറുണ്ട്, ബ്രോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ചെയ്യാമോ, ഹിയർ ഈസ് അവർ ലിങ്ക് പ്ലീസ് ക്ലിക്ക്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, നമ്മുടെ സർവീസ് എന്തൊക്കെയാണ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെ നമ്മൾ അതൊരു സ്കാം ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ലിങ്ക് അയച്ചിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണേന്ന് പറയാനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷിംഗിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഹാക്കേഴ്സ് നമ്മളെ കൊണ്ട് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കും. ആ ക്ലിക്ക് ചെയ്ത് തുറക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ പാസ്വേഡോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോഗൗട്ട് ആയി എന്ന് പറയും. ചിലപ്പോൾ ഇപ്പോൾ ഗൂഗിളിലാണ് യൂട്യൂബ് ആണെങ്കിൽ ലോഗൗട്ട് ആയി ഒന്നുകൂടി സൈൻ ഇൻ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതിൽ വീണ് പോകും. നമ്മൾ എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് കിട്ടിയിട്ടാണ് ഇവർക്ക് എന്താ പറയുക നമ്മുടെ അക്കൗണ്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര വിജിലന്റ് ആയിട്ടിരിക്കണം. നമ്മൾ എപ്പോൾ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എപ്പോഴും ഇങ്ങനെ മെയിൽസും കാര്യങ്ങളും വരും, പ്രൊമോഷൻസിനും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ടെക് സപ്പോർട്ടിനും അങ്ങനെ പണ്ടൊക്കെ വരും. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇപ്പോൾ ഒരു ക്യാമറ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അപ്പോൾ ഓരോന്ന് പ്രൊമോഷൻ വരും. അപ്പൊ നിങ്ങളോട് ഇന്ന നിങ്ങൾ ക്യാമറയുടെ ഒരു സപ്പോസ് നിക്കോൺ അല്ലെങ്കിൽ കാനൺ ഒരു മെയിൽ അയക്കുകയാണ് നിങ്ങൾക്ക്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് നോക്കൂ അതൊക്കെ പണ്ട് നോക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഇവർ പറഞ്ഞിരിക്കുന്ന ആള് തന്നെയാണോ നമുക്ക് മെയിൽ അയച്ചിട്ടുള്ളതെന്ന് നോക്കുക. സപ്പോസ് ഇപ്പൊ നിക്കോൺ ആണ് അല്ലെങ്കിൽ കാനൺ ആണ്, നമുക്ക് അവരെ ക്യാമറ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഒരു പ്രൊമോഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഒരു നിക്കോൺ ഒരു ഡൊമൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ apple.com എന്നിട്ടൊരു ഡൊമൈൻ ഉണ്ടാവും. അപ്പൊ ആദ്യം സെന്ററിന്റെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ആ ഇമെയിൽ ഐ ഡി നോക്കുക. അപ്പൊ apple.com എന്നൊക്കെ ആണെങ്കിൽ ലൈക്ക് ജെന്യൂൻ ആയിരിക്കും. അപ്പൊ അതിപ്പോ കറക്റ്റ് ഡൊമൈൻസ് ആണ്, അതൊന്നും ഹാക്കേഴ്സിന് അങ്ങനെ പെട്ടെന്ന് ഇതാക്കാൻ പറ്റാത്ത. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോന്ന്. അപ്പൊ ആപ്പിളിന് 2 P ഉണ്ടാവും, 2 പേജ് 1 P ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഡൊമൈനിൽ നിന്നാണോ വരുന്നതെന്ന് നോക്കിയാൽ തന്നെ അപ്പൊ ആ ഡൊമൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സേഫ് അല്ല, ഇത് ആമസോണിൽ വന്നിട്ട് വേറെ ആരോണ് അയക്കണേന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ആമസോണിന് ആണ് ഇപ്പൊ മെയിൽ വരുന്നതെന്ന് വിചാരിക്കാം നമ്മള്. അപ്പൊ ആമസോൺ അറിയാം ആർക്കാണ് അയക്കണേന്ന്. ലൈക്ക് ഇപ്പൊ ഷിഗയ്ക്കാണ് അയക്കണെങ്കിൽ ഡിയർ ഷിഗ അല്ലെങ്കിൽ ഹായ് അബീസ്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഹാക്കേഴ്സിന്റെ ഒരു ടാക്ടിക് ആണ്, അവർക്ക് പേര് അറിയണ്ടാവില്ല, ചിലപ്പോൾ ബൾക്കായിട്ട് അയച്ചുകൂടായിരിക്കും. അപ്പൊ അവർ പറയും ഹായ് ആമസോൺ യൂസർ. അതൊരു റെഡ് ഫ്ലാഗ് ആണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. ലൈക്ക് അവർക്ക് ഈ ജെന്യൂൻ ആൾക്കാർക്ക് അറിയാം ആർക്കാണ് അയക്കണേന്നും. അപ്പൊ അവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓൾറെഡി ഉണ്ടാവും. നമ്മളായിട്ട് അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് അറിയാം ഓൾറെഡി നമ്മൾ ആരാന്നും. അതുകൊണ്ടാണ് അവർ നമുക്ക് അയക്കുന്നത്. ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഗ്രാമർ മിസ്റ്റേക്കുകളും ഒക്കെ ധാരാളം ഉണ്ടാവും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. അവര് വേ ഓഫ് സ്ട്രക്ചറിങ് എങ്ങനെയാണ് അവര് പ്രൊഫഷണൽ ആയിട്ടാണോ ആ മെയിൽ അയച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇവർക്ക് ചിലപ്പോൾ അൺപ്രൊഫഷണലി ലൈക്ക് അയക്കാം, കാരണം പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്യൂ അങ്ങനെ ഒരു കമ്പനി വന്നിട്ട് നമ്മളോട് ചോദിക്കില്ല. അതൊന്നാമത്. പിന്നെ ഇപ്പൊ ലിങ്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ലിങ്കിൽ കയറി ഇതാവാണ്ടിരിക്കുക. ചിലപ്പോൾ അവര് ഷോർട്ടൻ URL ആയിട്ടായിരിക്കാം, ടൈനി URL അല്ലെങ്കിൽ അങ്ങനെ ലിങ്ക് ഷോർട്ടൻ ചെയ്തിട്ടായിരിക്കും അയക്കുക. അപ്പൊ ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗസ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യരുത്, അതിന്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക, ഹൂർ ചെയ്യുക. അപ്പൊ നമുക്ക് കാണാം ഈ സൈറ്റ് എങ്ങോട്ടാണ് പോണേ എന്ന് നമുക്ക് അടിയിലേക്ക് കാണും. ഇപ്പൊ ചിലപ്പോൾ അല്ലെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ഒരു ബ്രൗസ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെബ്സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ടൈനി URL എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെബ്സൈറ്റുകളുണ്ട്, അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എക്സാക്ട് എങ്ങോട്ടാണ് പോണേന്ന്
നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ അവർ പറയാ ഇത് ഗൂഗിളിന്റെ പേജിലേക്കാ പോകണേ അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ പേജിലേക്കാ പോണേന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ അയക്കുക. പക്ഷെ അത് അങ്ങോട്ടായിരിക്കില്ല, ശരിക്കും നിങ്ങളെ റീഡയറക്ട് ചെയ്ത് കൊണ്ടുപോവാ. മനസ്സിലായോ? അപ്പൊ അതൊരു കാര്യം. നമുക്ക് ചില വെബ്സൈറ്റിൽ ആക്ച്വലി ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ, എന്ന് വെച്ചാൽ ഈ URL കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് വെബ്സൈറ്റ്സ് ഇല്ലേ പറ്റും. ഇപ്പൊ ഞാൻ ചെയ്യണ കുറച്ച് വെബ്സൈറ്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറസ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. വൈറസ് ടോട്ടൽ. അപ്പൊ വൈറസ് ടോട്ടലില് നമുക്ക് ഈ നമ്മുടെ ഈ URL കൊണ്ടുപോയിട്ട് അതിൽ പേസ്റ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിക്ക് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക, വൈറസ് ടോട്ടലിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അതിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ഒക്കെ സസ്പീഷ്യസ് ആണോ എന്നൊക്കെ അവര് ഫ്ലാഗ് ചെയ്തിട്ട് ഏതെങ്കിലും ആൾക്കാർ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട് അത് സസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വെബ്സൈറ്റ് ആണ് URL സ്കാൻ. സെയിം പരിപാടി തന്നെ, നമ്മൾ URL കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, സ്കാൻ ചെയ്യുക, അത് പറയും അത് മലീഷ്യസ് ആണോ അതോ അല്ലേന്ന് നമുക്ക് പറഞ്ഞുതരും. പിന്നെ ഒരു വെബ്സൈറ്റ് ആണ് ബ്രൗസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 3 വെബ്സൈറ്റുകൾ നമുക്ക് മെയിൻ ആയിട്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അറിയാതെ സപ്പോസ് ഇപ്പൊ കൈ തട്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയെന്ന് വെച്ചോ, അപ്പൊ എന്താ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഒരു ഇതെന്ന് പറയുന്നത്. എന്റെ ഒരു അറിവില് ലൈക്ക് നമ്മൾ ഒരു ക്ലിക്കിലൊന്നും ലൈക്ക് ഹാക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകുന്ന പരിപാടിയൊക്കെ എനിക്ക് അങ്ങനെയാ തോന്നാറ്. കാരണം ലൈക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. ലൈക്ക് ഇപ്പൊ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ നമ്മൾ ചോദിക്കാൻ പോണത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലോഗ് ഔട്ട് ആയി നിങ്ങളുടെ സെഷനിൽ നിന്ന് ഒന്നും കൂടി നിങ്ങൾ ലോഗിൻ ചെയ്യും. അപ്പൊ കറക്റ്റ് നമ്മൾ ഗൂഗിളിന്റെ ലോഗിൻ പേജും അല്ലെങ്കിൽ ജിമെയിൽ ലോഗിൻ പേജും നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു, നമുക്ക് അവർക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കിട്ടുന്നു. അങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളും നടക്കുന്നത്, ഫിഷിംഗ് നടക്കുന്നത്. ചിലപ്പോ ഒരു ഫോംസ് ഫിൽ ചെയ്യാൻ പറയും. ഈ ഫോം ഗൂഗിളിന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഫോം ആയിരിക്കും, ആ ഫോം ആയിരിക്കും. പക്ഷെ ആ ഫോമിൽ ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ അവരുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു ഇതേപോലത്തെ യൂട്യൂബോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ച് ഫോം ഫിൽ ചെയ്യാൻ പറയില്ല. അതാണ് ആദ്യം നമ്മൾ തോട്ടിൽ പോകേണ്ടത്. കാരണം അവർക്ക് ഓൾറെഡി അറിയണ കാര്യമില്ല, പിന്നെ എന്തിനാ ഞാൻ വീണ്ടും കൊടുക്കണേ? അങ്ങനത്തെ തോട്ട് പ്രോസസ് ആണ് നമുക്ക് വേണ്ടത് ആക്ച്വലി പറഞ്ഞ. സപ്പോസ് നിങ്ങൾ കൊടുത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസും അതേപോലെ പാസ്വേഡും ഇതൊക്കെ നമ്മൾ അറിയാണ്ട് കൊടുത്തു പോയി, പിന്നെയാണ് നമ്മൾ അയ്യോ ഇത് ഇനി പണി കിട്ടുമോ ഇതാവോ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിലും ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. നേരെ പോയിട്ട് നമ്മുടെ പാസ്വേഡ് ചെയ്താണ് പാസ്വേഡ് കൊടുത്ത് അതൊക്കെ റീസെറ്റ് ചെയ്യുക. അതല്ല റീസെറ്റ് ചെയ്തിട്ട് സ്ട്രോങ് പാസ്വേഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ലൈക്ക് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അതൊരു വേറെ ഇമ്പോർട്ടന്റ് കാര്യം. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, നിങ്ങൾ കണ്ടന്റ്സ് ഇഷ്ടമായി ഇടും. അപ്പൊ ഒരു ഹാക്കർക്ക് നിങ്ങളുടെ കണ്ടന്റ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഗസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ പേരും നിങ്ങളുടെ മക്കളുടെ പേരും നിങ്ങളുടെ പെറ്റ്സിന്റെ പേര് അതേമാതിരി തന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കണ്ടന്റിലുണ്ടാവും. അപ്പൊ ഇപ്പൊ മോസ്റ്റ് ഓഫ് എല്ലാവരും പാസ്വേഡ് ഇടുക എങ്ങനെയാ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ പെറ്റിന്റെ പേരൊക്കെ വെച്ചിട്ട് 1 2 3 എന്നൊക്കെ അടിച്ചിട്ടായിരിക്കും. ഇപ്പൊ ചേച്ചിയുടെ മോളുടെ പേര് തനു, അപ്പൊ തനു ആൻഡ് രാകേഷ് അങ്ങനെ വേണമെങ്കിൽ. അപ്പൊ ലൈക്ക് ഒരാൾക്ക് ഒരു പാസ്വേഡ് ഗസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാസ്വേഡ് ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അറ്റാക്കറിന് ഗസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യുക. നിങ്ങൾ റിലേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ മസ്റ്റ് ആയിട്ടും വേണം. ഇപ്പം സപ്പോസ് നിങ്ങളുടെ പാസ്വേഡ് കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ലെയർ ഓഫ് സെക്യൂരിറ്റി ആണ് ഈ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അത് ബൈപ്പാസ് ചെയ്യാൻ കുറച്ച് പാടാണ്. കോമൺ ആയിട്ടുള്ള ഫിഷിംഗ് ക്യാമ്പയിനിലൊക്കെ ഈ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് തടയാൻ പറ്റും. സോ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എനേബിൾ ചെയ്തിരിക്കണം. ഇപ്പൊ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, അതേപോലെ ജിമെയിൽ ആയിക്കോട്ടെ, യൂട്യൂബിന്റെ അക്കൗണ്ട് ആയിക്കോട്ടെ, മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ഇസ് മസ്റ്റ് പ്ലസ് സ്ട്രോങ് പാസ്വേഡ്. സ്ട്രോങ് പാസ്വേർഡിൽ ലെങ്ത് ഓഫ് ദ പാസ്വേഡ് ആക്ച്വലി ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്. കാരണം ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് അതായത് നമ്മൾ ഈ കുറെ ക്യാരക്ടേഴ്സ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രോങ് പാസ്വേഡ് എന്നായിരുന്നു. പക്ഷെ ഈ സൈബർ സെക്യൂരിറ്റി കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ നമുക്ക് പറഞ്ഞിട്ടില്ല ലെങ്ത് ഭയങ്കര പിന്നെ ഏറ്റവും ബെസ്റ്റ് പാസ് ഫ്രേസ് യൂസ് ചെയ്യുക. പാസ് ഫ്രേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ആണ് ഐ മെറ്റ് മൈ ഗേൾ ഫ്രണ്ട് അറ്റ് ഇന്ന സ്ഥലം. അപ്പൊ അങ്ങനെ ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ഫ്രേസ് അതിൽ തന്നെ നമ്പേഴ്സ് ആഡ് ചെയ്യുക, നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടർ ആഡ് ചെയ്യുക. ലെങ്തി ആണ് ആക്ച്വലി. സെക്യൂരിറ്റി വേണമെങ്കിൽ നിനക്ക് കുറച്ചൊക്കെ ത്യാഗം ചെയ്യണം. പിന്നെ പൊതുവേ ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സേവ് പാസ്വേഡ് വരില്ലേ, നമ്മളിപ്പം ഗൂഗിളിലൊക്കെ കയറിയിട്ട് ഏത് ലോഗിൻ കൊടുത്താലും ഞാനെല്ലാം സേവ് പാസ്വേഡ് കൊടുക്കും. പിന്നെ എന്താ പറയാ എല്ലാ ഡിവൈസിലും സേവ് പാസ്വേഡ്, പിന്നെ ചില സമയത്ത് ഒരു കോമൺ പാസ്വേഡ് തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യും. ഇതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ അത്ര സേഫ് ആണോ? സെയിം പാസ്വേഡ് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ഒരു അക്കൗണ്ട് ഇപ്പൊ ജിമെയിലിൽ ഇപ്പൊ ചേച്ചി ഒരു പാസ്വേഡ്, ആ പാസ്വേഡ് തന്നെ ആയിരിക്കും എല്ലാത്തും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ
ഒരു account hack ചെയ്താ എല്ലാം ഒരു ഹാക്കർ എന്ന് വിചാരിക്കുമ്പോ പാസ്വേഡ് റീയൂസ് ചെയ്തുകൊണ്ടോ നോക്കുമ്പോ സിമ്പിൾ ഇത് സെയിം ഒരെണ്ണം കോംപ്രമൈസ് ചെയ്താൽ മതി. അവർക്ക് കിട്ടാൻ ഒരു പാസ്വേഡ് കിട്ടി, ആ പാസ്വേഡ് അവർ റീയൂസ് ചെയ്യും. അപ്പൊ ആൾക്ക് എളുപ്പമാക്കാണ്. അപ്പൊ പാസ്വേഡ് മാക്സിമം റീയൂസ് ചെയ്യരുത്. പിന്നെ ഈ പാസ്വേഡ് സേവ് ചെയ്യുക അങ്ങനത്തെ കേസിൽ അല്ലെങ്കിൽ ചില സൈൻ ഇൻ ചെയ്യുമ്പോ സ്റ്റേ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് വരും. അത് ഓക്കെ ഇടും. കാരണം നമുക്ക് പാസ്വേഡ് എപ്പോഴും അടിച്ച് കയറാൻ നമുക്ക് ചടങ്ങാണ്, മടിയന്മാരാണ്. അപ്പൊ അത് ഒരു പരിധി വരെ കുഴപ്പമില്ല. എന്നാ ലൈക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകളൊക്കെ നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഹൈലി വാല്യൂ ടാർഗറ്റാണ്, ബിസിക്കൽ പോലെ ഹൈലി വാല്യൂ ടാർഗറ്റാണ് എങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ പറ്റും, ലിനസ് ടെക് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു യൂട്യൂബർ ഉണ്ട്. അത് ടെക്കിയാണ്. ആളുടെ അക്കൗണ്ട് അടിച്ചു പോയത്, ആൾക്ക് നല്ല പാസ്വേഡ് ഉണ്ടായിരുന്നു, മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ഇതുപോലെ പ്രൊമോഷൻ വന്നപ്പോ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ ഒരു സാധനം ഡൗൺലോഡ് ചെയ്തു. അപ്പൊ അവർ സെഷൻ ടോക്കൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ സെഷൻ ടോക്കൺ വെച്ചിട്ട് അവര് ആ ടോക്കൺ വെച്ചിട്ടാണ് നമ്മുടെ ഹാക്കേഴ്സ് കയറിയത്. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, അതൊക്കെ ഒരു എക്സ്റ്റെൻഡ് ആണ്. പിന്നെ അതുപോലെ ലൈക്ക് പാസ്വേഡ് വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ സേവ് ചെയ്തിട്ടാ ഈ പറഞ്ഞ മാതിരി കുറച്ച് സേഫ് ആണ് പാസ്വേഡ് വോൾട്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ രണ്ടുപേരും സൈബർ സെക്യൂരിറ്റി പഠിച്ചു കഴിഞ്ഞവരാണ്. ഇപ്പം ഒബ്വിയസ്ലി നിങ്ങൾ ലിങ്ക്ഡിനിലാണെങ്കിലും എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പല ആളുകളും നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈവൻ എന്നോട് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഇതുപോലെ ഞങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, എനിക്ക് ആ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തരാൻ പറ്റുമെന്ന്. ശരിക്കും നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഒരു കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കണത് ഈ സിനിമയും അതുപോലത്തെ ഇംഗ്ലീഷ് പടങ്ങളും അതൊക്കെ കണ്ടിട്ട് അതിൽ ഭയങ്കര ഹൈപ്പ് കയറിയിട്ടാണ്, ഒരു എളുപ്പമാന്ന് വെച്ചിട്ടാണ് ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ട് എടാ നമ്മുടെ ഗേൾ ഫ്രണ്ടിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇന്നാളെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തരണം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തരണം. എൻ്റെ അടുത്തേക്ക് കുറെ പേര് വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ല. ലൈക്ക് ഫിഷിങ് വഴി നമുക്ക് ചെയ്യാം, ഓക്കെ. പക്ഷെ അല്ലാണ്ട് ഇൻസ്റ്റാ അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ ജിമെയിൽ അക്കൗണ്ടോ ഹാക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോ നമ്മളിപ്പോ ഒരാൾ എത്രത്തോളം അറിയണോ അവരെ വെച്ചിട്ട് നമുക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ പേജിൽ ഫേക്ക് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫിഷിംഗ് മെയിൽ അയക്കുക, അങ്ങനെ ചെയ്യാം. പക്ഷെ അതിൽ എത്രത്തോളം അവര് വീഴും നമുക്ക് ഇല്ല. അതൊക്കെ നമ്മൾ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കും ഇതിന്റെ ഒക്കെ സക്സസ് റേറ്റ് എന്ന് വേണം. സോ എളുപ്പമുള്ള കാര്യമല്ല ഈ ഇൻസ്റ്റാ ഹാക്ക് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്താൽ. പിന്നെ എളുപ്പത്തിനെക്കാട്ടി ഉപരി നമ്മൾ അതിന് തയ്യാറാവുന്നുള്ളത്, കാരണം നമുക്ക് എത്തിക്സിനെതിരാണ്. ലൈക്ക് നമ്മളൊരാൾക്ക് ദ്രോഹമാണ് ചെയ്യുന്നത്, ലൈക്ക് അവരെ പേഴ്സണൽ കാര്യങ്ങളിൽ ചെയ്തിട്ട് ഇതൊരു ക്രൈമാണ്. ലൈക്ക് നമ്മൾ പിടിക്കപ്പെടാം. ഇപ്പൊ ചിലപ്പോ ഞാനിപ്പോ അവർക്ക് ഹാക്ക് ചെയ്ത് കൊടുത്താൽ അതൊക്കെ ലേറ്റർ ആണ് അവർ തമ്മിൽ പ്രശ്നമായി, ആ പെൺകുട്ടി സൂസൈഡ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും കുറെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ തലയ്ക്ക് വരും. നമ്മളിത് ബേർഡനായിട്ട് കാലകാലം നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുനടക്കേണ്ടി വരും. സോ ഞാൻ എന്തായാലും എന്റെ എത്തിക്സ് പോലെ നമ്മുടെ എത്തിക്സ് വിട്ടിട്ട് നമ്മൾ ഇതൊരു ചെയ്യില്ല. ഇഷ്ടംപോലെ വരാറുണ്ട്. ഒക്കെ അടുത്ത് ഞാൻ ഇത് സെയിം പറയാൻ പറ്റില്ല, അതൊക്കെ എളുപ്പമല്ല, പറഞ്ഞു വിടും. ഇപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റ ഹാക്ക് ചെയ്യാനോ അല്ലെ ഒരാൾ ഇൻസ്റ്റ ഹാക്ക് ചെയ്യാനോ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാനോ ഞാൻ സൈബർ സെക്യൂരിറ്റി പഠിച്ചത്. ഞാൻ സൈബർ സെക്യൂരിറ്റി പഠിച്ചത് എനിക്കൊരു ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് അയച്ചു തരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് അവരുടെ ലിങ്ക് ത്രൂ നിങ്ങൾ പോവാണ്ട് നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് സംസാരിക്കുക, എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് സംസാരിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഫിഷിങ്ങിൽ വീഴാണ്ട് സേഫ് ആയിട്ടിരിക്കും. പ്ലസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അവർ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് തരാണെങ്കിൽ നിങ്ങളാണ് അങ്ങോട്ട് ആ റിവ്യൂവിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ നിങ്ങൾക്കാണ് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടേണ്ടത്. കാരണം നിങ്ങളാണല്ലോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അവർക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻസ് അല്ല വേണ്ടത്. അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഈ ജിമെയിൽ ഐഡിയും പാസ്വേഡും അതേപോലെ ഡീറ്റെയിൽസും ചോദിക്കണതിൽ ഒരു അങ്ങനത്തെ ഒരു സസ്പീഷ്യസ് ആണെന്ന് നിങ്ങൾ മനസ്സിൽ ഉണ്ടാവണം എപ്പോഴും. എന്ത് പ്രൊമോഷൻ ആയാലും എന്തായാലും നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വരുന്ന ആൾക്കാർ നിങ്ങൾ ഹാക്ക് ചെയ്യാനാണ് വരുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുവിധം എല്ലാത്തിനും സേഫ് ആയിട്ടിരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഇമെയിൽ ഐ ഡി കീപ്പ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. പ്ലസ് ഒരു ഡിവൈസ് തന്നെ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയണ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആ സെപ്പറേറ്റ് ഡിവൈസിലും ഇമെയിൽ ഐ ഡിയിൽ വരുമ്പോൾ അതിൽ നിന്ന് ആക്സസ് ചെയ്ത് അപ്പോൾ നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി ആണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ യൂട്യൂബ് ചാനലും കാരണം സേഫ് ആയിട്ടിരിക്കും.